ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ NEW സെഷൻ്റെ മറ്റൊരു ക്ലാസ്സാണ്. നമ്മുടെ കുട്ടികൾ ചോദിക്കുകയുണ്ടായി ഏത് ക്ലാസ്സാണ് അടുത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുട്ടികൾക്കൊരു എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ പോലെ നമ്മുടെ മിസ്സ് ടെലിഗ്രാമിൻ്റെ ചാനലിൽ ഏത് ക്ലാസ്സാണ് അടുത്ത ദിവസം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ കറക്റ്റ് ഓർഡറിൽ എത്ര മണിക്ക് ഏത് ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ പോലെ തലേ ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് കുട്ടികൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ക്ലാസ് ഏതൊക്കെ ടൈമിൽ വരുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ ഏതൊക്കെ ക്ലാസ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ക്ലാസ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ തന്നെയുള്ള സാമൂഹ്യശാസ്ത്രം ഭാഗം 2 മറ്റൊരു ചാപ്റ്ററാണ് നോക്കുന്നത്. ചാപ്റ്റർ ഏതാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പഠിച്ചു, നാടറിയാം എന്നുള്ള ചാപ്റ്റർ പഠിച്ചു, തുല്യതയിലേക്ക് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന 10ാമത്തെ ചാപ്റ്ററാണ്. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീലിയുടെ ഗ്രാമത്തിൽ നിന്നുള്ളൊരു കണക്ഷൻ പോലെയാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ കണ്ട രാത്രിയിലെ കാഴ്ചകളെ കുറിച്ച് ആ കൂട്ടത്തിൽ ഒരു കുട്ടി എഴുതിയിട്ടുള്ള ഒരു വിവരണത്തിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന് ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ എങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടു കൂടി നീനുവിനെ നോക്കി. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ കെട്ടഴിക്കുകയായിരുന്നു. രാത്രി കാഴ്ച വിവരിക്കുന്നതോടൊപ്പം തന്നെ ഗ്രഹത്തെക്കുറിച്ചും അതുപോലെ ഗ്രഹത്തിന്റെ സവിശേഷതയെക്കുറിച്ചുമൊക്കെ സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു ഇവിടെ തന്നിട്ടുള്ളത്. രാത്രിയിലെ ആകാശ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ സമയത്ത് നമുക്ക് ദൃശ്യമാകാത്തത്? പ്രധാനമായിട്ടും അതിൻ്റെ കാരണം സൂര്യൻ്റെ സാന്നിധ്യം തന്നെയാണ്. സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളും ഉണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടല്ലേ കാണപ്പെടുന്നത്? അതിന് കാരണം ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്താണ് നക്ഷത്രങ്ങൾ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇതാണ് ഗാലക്സിയുടെ ഒരു മാതൃക പോലെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നവയാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. സൂര്യൻ ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സിയാണ് ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്നത്. ആകാശഗംഗയ്ക്ക് ഡിസ്കിന്റെ ആകൃതിയാണ് ഉള്ളത്. ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്ന് 30,000 പ്രകാശവർഷം അകലെയാണ് സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്നതാണ് ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിപ്പമുണ്ട് ഇവയ്ക്ക് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഗാലക്സികൾ? നക്ഷത്രക്കൂട്ടങ്ങൾ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. നമ്മുടെ ഗാലക്സി ഏതാണ്? ആകാശഗംഗ, മിൽക്കി വേ ആണ്.
നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുമ്പോൾ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. നമുക്കറിയാം, സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യനും ആകാശഗോളവും ഉൾപ്പെടുന്ന ചിത്രമാണ് ഇത്. സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആകാശഗോളങ്ങൾ സൂര്യനെ ഒരു നിശ്ചിത ആകൃതിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്താണ്? ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. നക്ഷത്രങ്ങൾക്ക് അത് കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങൾക്ക് അത്തരത്തിൽ ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുകയും അതുപോലെ സൂര്യനെ വലം വയ്ക്കുകയും ഭ്രമണവും പരിക്രമണവും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ഒക്കെ ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ബുധൻ. ഇവിടെ നമ്മൾ പറയുന്നത് സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തു നിന്ന് അകലേക്ക് പോകുന്ന വിധത്തിൽ, അവയുടെ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ചല്ല, അല്ലാതെ അകലം അനുസരിച്ചാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും അടുത്ത് ബുധനാണ്, പിന്നീട് ശുക്രൻ, പിന്നീട് നാം അധിവസിക്കുന്ന ഭൂമി, തുടർന്ന് ചൊവ്വ, വ്യാഴം, ശനി, യൂറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ബുധൻ സവിശേഷത എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. നമുക്ക് കാണാനായി സാധിക്കും അല്ലേ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ് കേട്ടോ. ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ്. ബുധന് ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും വേഗത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നു. ഏറ്റവും അടുത്തല്ലേ, അപ്പോൾ അത്ര തന്നെ സമയം ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ സൂര്യനെ ചുറ്റി വരുന്നതിനായിട്ട്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നത് ബുധനാണ്. അതുപോലെ ഉപഗ്രഹങ്ങളില്ലാത്തതും ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ബുധനാണ്. ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ്. അടുത്തത് ശുക്രൻ. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഇതെല്ലാം ശുക്രനാണ്. സൂര്യോദയത്തിന് തൊട്ടു മുൻപും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തിൽ വായിച്ച വിവരണത്തിൽ പറഞ്ഞതുപോലെ അവർ കണ്ടത് ശുക്രനെയാണെന്ന് പറഞ്ഞു. സൂര്യോദയത്തിന് തൊട്ടു മുൻപും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാനായി സാധിക്കുന്നു എന്ന സവിശേഷതയും നമ്മളിവിടെ പറഞ്ഞു. ശുക്രന്റെ ഭ്രമണത്തിനൊരു പ്രത്യേകതയുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ശുക്രന്റെ ഭ്രമണം. ഇനി സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹവും ശുക്രനാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണല്ലോ ഭ്രമണം. അപ്പോൾ സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലായിരിക്കും. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം ശുക്രനാണ്. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കുന്നതിനായിട്ട് 243 ദിവസങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. പരിക്രമണത്തെക്കാൾ സ്വയം ഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്ത് വരുന്നത്. പരിക്രമണത്തെക്കാൾ, സൂര്യനെ ചുറ്റി വരുന്നതിനേക്കാൾ സ്വന്തം ഭ്രമണം ചെയ്തു വരുന്നതിനായിട്ടാണ് സ്വയം ഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം ശുക്രനാണ്. ശുക്രനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്?
ഒന്നാമത് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. സൂര്യോദയത്തിന് തൊട്ടു മുൻപും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാനായി സാധിക്കുന്നു. ശുക്രന്റെ ഭ്രമണം എവിടെ നിന്ന് എങ്ങോട്ടാണ്? കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടാണ്. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള ഏക സൗരയൂഥത്തിലെ ഗ്രഹം ശുക്രനാണ്. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. പരിക്രമണത്തെക്കാൾ സ്വയം ഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം ശുക്രനാണ്. അങ്ങനെ നമ്മൾ 8 പോയിന്റ്സ് ശുക്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഭൂമി. നമ്മുടെ ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നു. ഏക ഉപഗ്രഹമുള്ളത് ചന്ദ്രനാണ്. ചെറിയ പോയിന്റ്സേ ഉള്ളൂ അല്ലേ. നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും പറയുന്നു. എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. ഓക്കെ. അടുത്തത് ചൊവ്വ ഗ്രഹം ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നു. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടാൻ അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം എന്താ? ചൊവ്വയിൽ സമൃദ്ധമായ ഇരുമ്പിൻ്റെ അംശം കാണപ്പെടുന്നു എന്നുള്ളതാണ്. ചൊവ്വയിൽ സമൃദ്ധമായ ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ ഒരു ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ളത്. വളരെ നേർത്ത അന്തരീക്ഷമാണ് ചൊവ്വയിലുള്ളത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ ഒരു ചുവപ്പ് നിറത്തിന് കാരണം എന്നും നമ്മൾ പറഞ്ഞു. വളരെ നേർത്ത അന്തരീക്ഷമാണ് ചൊവ്വയിൽ ഉള്ളത്. അടുത്തത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60-ലധികം ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പച്ച കലർന്ന നീല നിറമാണ് ഈ ഒരു വ്യാഴത്തിനുള്ളത്. പരിക്രമണം പൂർത്തിയാക്കാൻ 12 വർഷം എടുക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പ്രയോഗമുണ്ട്, വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. അത് 12 വർഷമാണ്. വ്യാഴം ഭൂമിയെ ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് 12 വർഷം. അതാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹമാണ്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് വ്യാഴം ഭൂമിയെ ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ്. അത് 12 വർഷമാണ്. അടുത്തത് ശനി. സാറ്റേൺ എന്നറിയപ്പെടുന്ന ഈ ഗ്രഹമാണ് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി. വാതക ഭീമൻ എന്നറിയപ്പെടുന്നതും ശനിയാണ്. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് ശനിക്ക്. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഓക്കെ. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. വാതക ഭീമൻ എന്നറിയപ്പെടുന്നു. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നു. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഏക ഗ്രഹം എന്നറിയപ്പെടുന്നതും യുറാനസ് ആണ്. അതെന്തുകൊണ്ടാ? ഭൂമിയുടെ ചരിവ് 23.5 ഡിഗ്രിയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ഏകദേശം 98 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ടിൽറ്റ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ ഭൂമി ഇത്രത്തോളം ചരിഞ്ഞാണ് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത്. അപ്പോൾ യുറാനസിൻ്റെ ചരിവ് എന്ന് പറയുന്നത്, യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് 98%. ശതമാനമല്ല, 98 ഡിഗ്രിയാണ്. 98 ഡിഗ്രി ചരിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കിടന്നുരുണ്ടുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്ന് യുറാനസിനെ പറയുന്നത്. ഇനി വലിപ്പം നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട്. പക്ഷേ യുറാനസ് വാതകാവസ്ഥയിലുള്ള ഗ്രഹമാണ്. 30-ലധികം ഉപഗ്രഹങ്ങളും യുറാനസിന് കണ്ടെത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഏക ഗ്രഹം. ചരിവ് വരുന്നത് ഏകദേശം 98 ഡിഗ്രിയാണ്. ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ്. വാതകാവസ്ഥയിൽ തുടരുന്ന ഗ്രഹമാണ്. 30-ലധികം ഉപഗ്രഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇനി നെപ്റ്റ്യൂൺ.
സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലാവും. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. 25-ലധികം ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ളത് നെപ്റ്റ്യൂണിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. 25-ലധികം ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. അപ്പോൾ ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിവിടെ പിക്ചറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സൂര്യനെ നമ്മൾ കണ്ടു. സൂര്യനെ കുറിച്ചുള്ള കുറച്ച് സവിശേഷതകൾ കൂടി പറയാം. സൂര്യൻ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ജ്വലിക്കുന്ന വാതക ഗോളമാണ് സൂര്യൻ. അതുപോലെ വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം വരുന്നത്. ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശരശ്മി ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് സമയമെടുക്കും. 8 മിനിറ്റ് സമയമെടുത്തുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും ദൈർഘ്യമുള്ളതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ സൂര്യനെയും ഗ്രഹങ്ങളെയും കണ്ടു. അവർ മാത്രമാണോ ഈ ഒരു പിക്ചറിലുള്ളത്? അല്ല. ഇവിടെ നമുക്ക് വാൽ നക്ഷത്രത്തെ കാണാം, കുള്ളൻ ഗ്രഹങ്ങളെ കാണാം. അതുപോലെ സൗരയൂഥത്തിൽ നമുക്ക് ആസ്ട്രോയിഡ്സ്, മീറ്ററോയിഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരാണ്? സൂര്യനാണ്. ഇത്തരത്തിൽ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞതാരാണ്? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. അത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ഷീരപഥം, ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സൗരയൂഥം ഉൾപ്പെടുന്ന, സൂര്യൻ ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സി. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം, ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട വാൽ നക്ഷത്രങ്ങൾ, ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ ഇവയൊക്കെ നമുക്ക് നോക്കണം. നമ്മളാകെ ഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആദ്യം നമുക്ക് വാൽ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാം. വാൽ നക്ഷത്രങ്ങൾ സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇങ്ങനെയാണ് വാൽ നക്ഷത്രം രൂപപ്പെടുന്നത്. സൗരയൂഥത്തിൽ ഇവർ അപൂർവമായിട്ട് മാത്രമാണ് എത്തുന്നത്. അവരുടെ പേര് ധൂമകേതുക്കൾ എന്നും വാൽ നക്ഷത്രം എന്നും കൊമറ്റ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. പാറയും പൊടിയും ഹിമം ഇവയൊക്കെ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. പാറ, പൊടി, മഞ്ഞ്, ഹിമം എന്നിവയൊക്കെ ചേർന്നാണ് വാൽ നക്ഷത്രം രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുന്ന സമയത്ത് ഈ ഹിമമൊക്കെ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് വാൽ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാൽ ആസ്ട്രോയിഡ്സ് ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ, ചൊവ്വ എവിടെയാണ്? ചൊവ്വ ഇതാ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലായിട്ടാണ് ചൊവ്വ. വ്യാഴം ഇവിടെയാണ്.
ഇതിനിടയിലായിട്ട് ഈ കാണുന്ന കുഞ്ഞു 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 പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു ബെൽറ്റ് ഏരിയയിൽ കാണപ്പെടുന്നതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ. കുള്ളൻ ഗ്രഹം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുകയും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാനറ്റ്സ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ 9 ഗ്രഹങ്ങളുണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്. പിന്നീട് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് മാറ്റിയത്. ഉൽക്കകൾ. എന്താണ് ഉൽക്കകൾ? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ, മീറ്റിയോർസ്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് മീറ്റിയോർസ് അല്ലെങ്കിൽ ഉൽക്കകൾ എന്ന് അറിയപ്പെടുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുകയും ചെയ്യുന്നു. പ്രാദേശികമായി ഇവയെ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത് ഉൽക്കകൾ അല്ലെങ്കിൽ മീറ്റിയോർസ് ആണ്. അപ്പോൾ നമ്മൾ 8 ഗ്രഹങ്ങൾ, സൂര്യനെ കണ്ടു. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹം, ക്ഷുദ്രഗ്രഹം, ഉൽക്കകൾ എന്നിവയെ കണ്ടു. വാൽ നക്ഷത്രത്തെയും കണ്ടു. ഇനി ഉപഗ്രഹങ്ങൾ. എന്താണ് ഉപഗ്രഹങ്ങൾ? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. ഇനി എന്താണ് ഒരു നക്ഷത്ര മാസം എന്ന് നോക്കാം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്ര മാസം അഥവാ സൈഡേറിയൽ മന്ത്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെച്ച് വരാൻ എടുക്കുന്ന സമയമാണ് ഒരു നക്ഷത്ര മാസം അല്ലെങ്കിൽ സൈഡേറിയൽ മന്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കാലതാമസം 27.3 ദിവസമാണ്. 27.3 ദിവസം. അങ്ങനെ നമ്മൾ സൗരയൂഥത്തിൽ ഉൾക്കൊള്ളുന്ന ഘടകങ്ങളെയെല്ലാം ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെയെല്ലാം നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ് നിശ്ചിത സഞ്ചാരപാതയിലൂടെയാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ സൂര്യനെ വലം വെക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ ആ സഞ്ചാരപാതയാണ് അവരുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് അറിയപ്പെടുന്നത്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ഭ്രമണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഭ്രമണപഥം എന്ന് പറഞ്ഞു? ആകാശഗോളങ്ങൾ സൂര്യന് ചുറ്റും ഒരു നിശ്ചിത സഞ്ചാരപാതയിലൂടെയാണ് വലം വെക്കുന്നത്. അത്തരത്തിലുള്ള സഞ്ചാരപാതയാണ് അത്തരം ഗ്രഹങ്ങളുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണ് ഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് സൂര്യനെ വലം വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാനായി സഹായിക്കുന്നത് ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഈ ഗ്രഹങ്ങളെല്ലാം പരിക്രമണത്തോടൊപ്പം തന്നെ ഭ്രമണവും ചെയ്യുന്നുണ്ട്. സൗരയൂഥത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ഭൂമി ആദ്യം നമുക്ക് സുനിത വില്യംസ് നൽകിയിട്ടുള്ള ഭൂമിയെക്കുറിച്ചുള്ളൊരു വാക്യം നോക്കാം. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി.
ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാനായി കഴിഞ്ഞു. ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ്. ബഹിരാകാശത്തെക്കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു കുറിപ്പ് നോക്കാം. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണങ്ങൾക്കായും ബഹിരാകാശത്ത് വിദഗ്ധരെ അയക്കാറുണ്ട്. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് അറിയപ്പെടുന്നത്. ഇനി സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണ് ഉള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിയുടേത്. ഈ ആകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ് എന്നത്. ജിയോയിഡ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്ക്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭൂമിയുടെ ആകൃതി എന്നതാണ്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ച ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ആദ്യം ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടനാണ് ഗോളാകൃതിയാണെന്നും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നും വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞരാണ്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികൻ ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോഴാണ് കപ്പൽ യാത്രയിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കപ്പെട്ടത്. ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമായും ഉപരിതലത്തിൽ ഏകദേശം 71% ജലം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നീല നിറത്തിൽ കാണാനായി സാധിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഭൂമിയെ വ്യത്യസ്തമായി നിലനിർത്താനായി സഹായിക്കുന്നത്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. അതിന് കാരണവും ഇതാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് സഹായകമാകുന്ന രീതിയിൽ ചൂടും തണുപ്പുമൊക്കെ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമായി തുടരുന്നത്. അപ്പോൾ ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലമായതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഭൂമിയുടെ മാതൃക ഗ്ലോബിൽ തയ്യാറാക്കുമ്പോഴും നീല നിറമാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ഘടകങ്ങളാണ് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു.
ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ചുകൊണ്ട് ജീവൻ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഈ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ഇനി ഭൂമിയുടെ ചലനങ്ങൾ, ഒരു സംഭാഷണ ശകലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീഡിയോ സ്ക്രീനിൽ മോന് സുഖമല്ലേ, ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി തിരിച്ചു പറയാണ്, അച്ഛാ ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവിധ രാജ്യങ്ങളിലെ സമയ വ്യത്യാസം മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള വീഡിയോ സംഭാഷണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മളിവിടെ കണ്ടത്. ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഭൂമിയിലെ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് സമയം അനുഭവപ്പെടുന്നത്? ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിടത്ത് പകലാണ്, പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, മറ്റൊരിടത്ത് അത്താഴം കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് സമയം ഉണ്ടായത്? ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതി മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നു. ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സമയവ്യത്യാസം അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരേ സമയം രണ്ടിടങ്ങളിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമി സ്വയം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു എന്നതാണ്. ഭൂമിയുടെ ഭ്രമണമാണ് അതിന് കാരണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് പകലും എതിർഭാഗത്ത് സൂര്യന് അഭിമുഖമായി വരാത്ത ഭൂമിയുടെ അർദ്ധഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. അതിന് കാരണം ഭൂമി അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു എന്നതാണ്. അപ്പം ഭൂമിയുടെ ഭ്രമണം കാരണമാണ് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഇത് നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട്. ഭൂമിയിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണോ പരിക്രമണമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണമാണ്, റൊട്ടേഷനാണ് ഇതിന് കാരണം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ടേക്കാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഭാഗത്തുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണ സമയം എന്ന് പറയുന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഇതാണ് ഒരു ദിവസം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൂമി ഒരു നിശ്ചിത പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു തവണ സൂര്യനെ ചുറ്റി വരുന്നതിനായിട്ട് ഭൂമി എടുക്കുന്ന സമയമാണ് 365 ദിവസം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെയാണ് നാം ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണം കാരണം രാവും പകലും അനുഭവപ്പെടുന്നു. ഭൂമിയുടെ പരിക്രമണം കാരണം
വ്യത്യസ്തങ്ങളായ ഋതുക്കളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ ഒരു നിശ്ചിത പാതയിൽ, സഞ്ചാരപാതയിലൂടെ പരിക്രമണവും ചെയ്തു വരുന്നു. ഇത്തരത്തിൽ ഭൂമി ഭ്രമണം ചെയ്തു വരാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 44 സെക്കൻഡ് എടുക്കുന്നു. ഭൂമി പരിക്രമണം ചെയ്തു വരാൻ 365 ദിവസവും എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പരിക്രമണം കാരണം ഋതുക്കൾ ഉണ്ടാവുന്നു. അപ്പം നമുക്കത് പഠിക്കാം. ഋതുക്കൾ, സീസൺസ്. എന്താണ് ഋതുക്കൾ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒരു കുറിപ്പ് നോക്കാം. എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചയാണ്. എത്ര മനോഹരമാണെന്നോ ഈ ഒരു കാഴ്ച. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനു മാസങ്ങളിൽ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിൽ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്തും മനോഹരമാക്കിയിരുന്നു. കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അടിവരയിട്ട് പോയിട്ടുണ്ട്. മഴ, ഇടവപ്പാതി മഴയുണ്ടായി. അതുപോലെ പൂത്തൊലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയെ കാണാൻ പറ്റി. അതിനുശേഷം വരുന്ന ചൂട്, കന്നിച്ചൂട്. പിന്നീട് തുലാവർഷം വരുന്നു. അതിനുശേഷം പ്രകൃതി തണുപ്പ് അനുഭവപ്പെട്ടു നിൽക്കുന്നു. കായ്ച്ചു നിൽക്കുന്ന മരങ്ങളെ കാണാൻ സാധിക്കുന്നു. ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ജലാശയങ്ങളും മറ്റും വറ്റി വരണ്ടു പോകുന്നതായും കാണാൻ സാധിക്കുന്നു. കായ്ച്ചു നിൽക്കുന്ന മാവിനെയും പ്ലാവിനെയും ഒക്കെ കാണാനും സാധിക്കുന്നു. ഇത്രയും മാറ്റങ്ങളാണ് ചുറ്റുപാടും ഉണ്ടായതായിട്ടാണ് മുത്തശ്ശി പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാതരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറില്ല. എല്ലാത്തിനും അതിൻ്റെതായ കാലം, സീസൺസ് ഒക്കെ ഉണ്ട്. ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിരിക്കുന്നത് 3 കാലങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്നാമത് മഴക്കാലം. കുട്ടികൾ കുടയെല്ലാം ചൂടി പോകുന്നത് കാണാമല്ലോ, മഴക്കാലമാണ്. ഇവിടെ രണ്ടാമത് തന്നിട്ടുള്ളത് മഞ്ഞുകാലമാണ്. മൂന്നാമത് വരൾച്ച അനുഭവപ്പെടുന്ന, ചൂട് അനുഭവപ്പെടുന്ന, ദാഹം അനുഭവപ്പെടുന്ന കാലം വേനൽക്കാലമാണ് തന്നിട്ടുള്ളത്. വേനൽക്കാലത്ത് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ്? ജലാശയങ്ങൾ വറ്റുന്നു, ചെടികൾ ഉണങ്ങുന്നു, ചൂട് കൂടുന്ന കാലാവസ്ഥയാണ് ഒക്കെ അനുഭവപ്പെടുന്നത്. മഴക്കാലത്തിലേക്ക് വരുമ്പോൾ പുഴകൾ നിറഞ്ഞൊഴുകുന്നു. അതുപോലെ മഴക്കാലം കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലമാണ്. തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു കാലവുമാണ് മഴക്കാലം. മഞ്ഞുകാലത്തിലേക്ക് വരുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. തണുപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സമയം, മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സമയവും കൂടിയാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നത് എങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലുള്ളതുപോലെയല്ല മറ്റ് പ്രദേശങ്ങളിൽ കാലങ്ങൾ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക്, സീസണൽ ചേഞ്ചസിന് കാരണമായിട്ട് വരുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം, സീസണൽ ചേഞ്ചസിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നേരത്തെ തന്നത് പ്രകാരം ഇവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നോക്കാം. ഒന്നാമത്, ഭ്രമണം സംഭവിക്കുമ്പോൾ ഭൂമിയുടെ ഭ്രമണം കാരണം ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് രാവും പകലും ഉണ്ടാകുന്നു. രാവും പകലും ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണമാണ്. ഭ്രമണം എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നതാണ്. ഇനി പരിക്രമണം. ഭൂമി സൂര്യനെ നിശ്ചിത പാതയിലൂടെ കറങ്ങി വരുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണം കാരണമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അണ്ടർ 17 ക്രിക്കറ്റ്.
മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കൊച്ചി, ഇന്നലെ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പെട്ടെന്നുണ്ടായ അന്തരീക്ഷത്തിലെ മാറ്റം മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഇടയാക്കിയ സാഹചര്യം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയാണ്. അന്തരീക്ഷാവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിലുള്ള മാറ്റങ്ങൾ മൂലമാണ്. അന്തരീക്ഷത്തിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് കാരണം ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പൊ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നോക്കാം. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ വെതറാണ്. വെതറിനെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ആ ഒരു സമയത്തെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം എന്നിവയൊക്കെ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ് കാലാവസ്ഥ? കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദീർഘകാലത്തേക്കുള്ള ഒരു കാര്യമാണിത്. ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. വെതർ എന്നാൽ ഒരു നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു നിശ്ചിത സമയത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. ഇനി കുറച്ച് വാർത്താ തലക്കെട്ടുകളാണ് തന്നിട്ടുള്ളത്. ദിനാന്തരീക്ഷ സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴ, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഹിമാചലിൽ വീണ്ടും മഞ്ഞുവീഴ്ച, സ്കൂളുകൾക്ക് അവധി. കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ സഹായകമാകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് യാത്രകളൊക്കെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനായി സാധിക്കും. മുൻകരുതലുകൾ എടുക്കാനായി സാധിക്കും. അപകട സാധ്യതകൾ കുറയ്ക്കാനായി നമുക്ക് സാധിക്കും. ഇനി കാലാവസ്ഥയും ജനജീവിതവും. ആദ്യം എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു കുറിപ്പാണ്. കുറിപ്പ് ഇങ്ങനെയാണ്: ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിന്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്നതുകൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാഹ്ദിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ! ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിന്റെ ധാവള്യവും ആകാശത്തിന്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞു മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിന്റെ മഞ്ഞുമൂടിയ പ്രദേശത്തെ ജനജീവിതത്തെ മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഒരു കുറിപ്പാണ് ഇത്. ഏതാണ് പാതിരാ സൂര്യന്റെ നാട്? പാതിരാ സൂര്യന്റെ നാട് ഇത്തരത്തിൽ അറിയപ്പെടുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ ആണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്.
വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിലൊക്കെ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. ഇതാണ് സ്ലെഡ്ജ്, ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെ ഒരു ജനജീവിതമാണിത്. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കുന്നത്. തണുപ്പിനെ അതിജീവിക്കുന്നതിനായിട്ടുള്ള വസ്ത്ര രീതിയാണ്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് ഈ പേര് ഓർത്തിരിക്കുക. വളർത്തുനായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണയായ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലമാണ് ഇവിടെയുള്ളത്. ഈ സമയത്ത് അവരുടെ വാസസ്ഥലം ഇഗ്ലുവാണ്. ഇഗ്ലുവിൽ നിന്ന് അവർ പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. അതിശൈത്യത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങളാണ് പന്നൽ, പായൽ എന്നിവ. ഇവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. മത്സ്യബന്ധനവുമാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഇനി ഇവരുടെ താമസ സ്ഥലം ഇഗ്ലു ആണെന്ന് പറഞ്ഞു. ഇഗ്ലുവിനെ പറ്റി നോക്കാം. ഇതാണ് ഇഗ്ലു. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്യൂട്ട്. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു എന്ന് അറിയപ്പെടുന്നത്. ഇന്യൂട്ടുകളുടെ അല്ലെങ്കിൽ എസ്കിമോകളുടെ മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന വീടാണ് ഇഗ്ലു. ഇനി ഈ ചിത്രം നോക്കിക്കേ. മരുഭൂമിയുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. രാത്രികാലങ്ങളിൽ താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. മഴ തീരെ കുറവാണ് മരുഭൂമികളിൽ, അതുകൊണ്ട് തന്നെ ഉയർന്ന താപം അനുഭവപ്പെടുന്നു, വരണ്ട കാറ്റ്, ജലദൗർലഭ്യം എന്നിവയും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ക്ലേശകരമായിരിക്കും അവിടുത്തെ ജനജീവിതം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥക്കിണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ മറ്റ് സവിശേഷതകളാണ്. മണൽക്കാറ്റുമാണ് മരുഭൂമിയുടെ മറ്റ് സവിശേഷതകൾ. നമ്മൾ ആടുജീവിതം എന്ന സിനിമയുടെ അല്ലെങ്കിൽ നോവലിലൊക്കെ ഈ ഒരു ഉഷ്ണ മരുഭൂമിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഒക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. അയഞ്ഞ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അതുപോലെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമിയിലെ സാധാരണ കാഴ്ചയാണ്. മരുഭൂമിയിൽ ഒട്ടകങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചാർട്ട് നോക്കാം. മരുഭൂമിയുടെ സവിശേഷതയാണ് ഇപ്പൊ പറഞ്ഞത് വെച്ചത് പൂർത്തിയാക്കുകയാണെങ്കിൽ, ഒന്നാമത് രാത്രി താപം വളരെ കുറവായിരിക്കും. പകല്
താപം വളരെ കൂടുതലായിരിക്കും. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റും അനുഭവപ്പെടുന്നുണ്ട് മരുഭൂമിയിൽ. മഴ വളരെ കുറവാണ്, മഴ തീരെ കുറവാണ്. വിശാലമായ മണൽ പരപ്പാണുള്ളത്. അതുപോലെ മണൽ കുന്നുകളും മരുഭൂമിയുടെ ഒരു സവിശേഷതയാണ്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണ് ഉള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ ഇവിടുത്തെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടു. ഓരോരുത്തരുടെ വസ്ത്ര രീതിയും അതുപോലെ ജീവിത സാഹചര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ ഇവയെല്ലാം തന്നെ അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നോക്കാം. ഗ്ലാസ്കോ സമ്മേളനത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ലോക ജനതയോട് നടത്തിയ ഒരു അഭ്യർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്, വായിക്കാം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതെയാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു വരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ദയവായി നിങ്ങളൊന്ന് ഹൃദയം തുറക്കൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വാത്തി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. അതേ തുടർന്ന് തന്നെ വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അതും കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥാ മാറ്റം പെട്ടെന്നുണ്ടാകുന്നതല്ല, ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം എങ്ങനെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? മഞ്ഞുരുകൽ, വരൾച്ച, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാണ്. സാധാരണ രീതിയിലല്ലാതെ പ്രകൃതി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമായിട്ടാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിൻ്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് കാണാനായി സാധിക്കും. എന്തൊക്കെയാണ്? മഞ്ഞുരുകൽ സംഭവിക്കുന്നുണ്ട്, വരൾച്ച, ചൂട് കൂടി, അതുപോലെ ന്യൂനമർദ്ദം കാരണമുള്ള ചുഴലിക്കാറ്റുകൾ കാണാനായി സാധിക്കും. അതുപോലെ ഇതെന്താണ്? മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യതകൾ കാണാനായി സാധിക്കുന്നുണ്ട്, വെള്ളപ്പൊക്കം കാണാനായി സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് നിരവധി പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു. അതെന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്. ആഗോള താപനില ഉയരുന്നു, ഇതാണ് പ്രധാനപ്പെട്ടത്.
സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും സംഭവിക്കുന്നു. കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഇതിൻ്റെ ഒരു ഭാഗമാണ്. വരൾച്ച അനുഭവപ്പെടുന്നു, വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു, ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകൽ ഉണ്ടാകുന്നു. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന് കാരണം അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിക്കേ. വാഹനത്തിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ അമിതമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും അതിന്റെ വലിച്ചെറിയലുമാണ് കാണുന്നത്. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു. കൃഷിയിടങ്ങളിൽ അശാസ്ത്രീയമായിട്ടുള്ള രാസവള പ്രയോഗം, കീടനാശിനിയുടെ ഉപയോഗം, ഇവയൊക്കെ ഇതിന് കാരണങ്ങളാണ്. ഇവയൊക്കെയാണ് ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതെല്ലാമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗവും അലക്ഷ്യമായ വലിച്ചെറിയലും, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുക, കൃഷിയിടങ്ങളിലെ അശാസ്ത്രീയമായ രാസവള കീടനാശിനി പ്രയോഗങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം പല ജീവജാലങ്ങളുടെയും വംശനാശം വരെ സംഭവിക്കുന്നുണ്ട്. അത്രയും തീവ്രമാണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായിട്ട് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനുള്ള ഉദാഹരണമാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഹരിത കേരളം മിഷൻ മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളും കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് ഇവയൊക്കെ ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ടുള്ള കർമ്മ പരിപാടികളാണ്. ഇതാണ് ഹരിത കേരളം മിഷന്റെ ലോഗോ. മണ്ണ് ജല സംരക്ഷണത്തിനും ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഹരിത കേരളം മിഷൻ പ്രവർത്തിക്കുന്നത്. ഹരിത കർമ്മസേനയെ കുറിച്ചും പച്ചത്തുരുത്തിനെ കുറിച്ചും നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് നോക്കാം, പച്ചത്തുരുത്ത് എന്താണ്? പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്വാഭാവിക വന മാതൃകകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നതിനെയാണ് പച്ചത്തുരുത്ത് അല്ലെങ്കിൽ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യം. അതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് പച്ചത്തുരുത്തുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സ്വാഭാവികമായ വന മാതൃകകളാണല്ലോ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പച്ചത്തുരുത്ത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. ഹരിത കർമ്മസേന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരിത കേരള മിഷന്റെ മാലിന്യരഹിത കേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നത്. വൃത്തിയുള്ള കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത കർമ്മസേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിരീക്ഷിക്കുന്നതിനാണ് ഹരിത മിത്രം സ്മാർട്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്ന മൊബൈൽ ആപ്ലിക്കേഷനും ഇതോടൊപ്പം പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഹരിത കേരളം മിഷൻ എന്താണെന്ന് പഠിച്ചു, ഹരിത കർമ്മസേന പഠിച്ചു, ഹരിതമിത്രം സ്മാർട്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പഠിച്ചു, പച്ചത്തുരുത്ത് പഠിച്ചു.
നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്കു കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഇവിടെ? നാം വസിക്കുന്ന ഭൂമിയും അതിലെ വിഭവങ്ങളും നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതായതുകൊണ്ട് അവയെ പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരായതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. അതിനുവേണ്ടി നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? 1. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും. വനനശീകരണം തടയാൻ സാധിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക. മാലിന്യങ്ങൾ അശാസ്ത്രീയമായി ഇടാതെ ശാസ്ത്രീയമായി തന്നെ നമുക്ക് സംസ്കരിക്കാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം നമ്മളിപ്പോൾ പലരും പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കാറുണ്ട്. അതിന് പകരമായി സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കാൻ സാധിക്കും. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം ഹരിത പെരുമാറ്റച്ചട്ടം നമുക്ക് പാലിച്ചു വരാനായി സാധിക്കും. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പേപ്പർ, തുണി, ചണം കൊണ്ടുള്ള സഞ്ചികളൊക്കെ ഉപയോഗിക്കാം. അത്തരത്തിൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. കുറച്ചധികം പദ്ധതികളും കുറച്ചധികം കാലാവസ്ഥാ കാര്യങ്ങളും കുറച്ചധികം ഭൂമിയുമായി ബന്ധപ്പെട്ടവയും ഗ്രഹങ്ങൾ എന്താണ്, സൗരയൂഥങ്ങൾ എന്താണ്, രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. കുറേയേറെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നവ തന്നെയായിരുന്നു. എന്നാലും നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനും കുറച്ച് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.